ആദിൽ പാലോടുണ്ട് പഹൽഗാമിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, പാക് പ്രകോപനം ഇന്നും തുടരുകയാണ്. ഇന്നലെ രാത്രിയിലും പല സെക്ടറുകളിൽ നിന്നും പാക് പ്രകോപനം ഉണ്ടായി. ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു എന്നാണ് അറിയുന്നത്, അല്ലേ? ഉറപ്പായും അങ്ങനെയുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പാക് അതിർത്തിയിൽ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് കഴിഞ്ഞ് ഭീകരാക്രമണത്തിന് തൊട്ടുടനെ തന്നെ അർദ്ധരാത്രികളിൽ വെടിവയ്പുണ്ട്. അതിന് ഇന്ത്യ ശക്തമായ തിരിച്ചടിയും നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കുപ്വാര അടക്കം ബന്ദിപ്പുര അടക്കം പല അതിർത്തി മേഖലകളിലും ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവയ്പുണ്ട്. ഇന്നലെ പൂഞ്ചിലായിരുന്നു വെടിവയ്പ്. ഇങ്ങനെ വെടിവയ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ കൃത്യമായ തിരിച്ചടി അത് നൽകുന്നുണ്ട്. പാകിസ്ഥാന്റെ പ്രകോപനം നേരത്തെയൊക്കെ വാചകങ്ങളിലായിരുന്നുവെങ്കിൽ അർദ്ധരാത്രി ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് വെടിവെച്ചുകൊണ്ടുള്ളൊരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിൽ മറ്റൊരു വാർത്ത വരുന്നത്, ഇപ്പോൾ പാകിസ്ഥാന്റെ സൈനിക മേധാവി രാജ്യം വിട്ടു എന്ന ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ അത് തള്ളുന്നുവല്ലേ? പ്രധാനമന്ത്രിക്കൊപ്പം സൈനിക മേധാവി ഇരിക്കുന്ന ചിത്രം പുറത്തുവിട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ചിത്രം പങ്കുവച്ചത്. സൈനിക മേധാവി അസീം മുനീർ കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടു എന്ന നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തെ മാത്രമാണ് കയറ്റി അയച്ചിരിക്കുന്നത്. അസീം മുനീർ ഇപ്പോഴും പാകിസ്ഥാനിൽ തന്നെയുണ്ട്, അല്ലേ ആദിൽ പാലോട്? ഉറപ്പായും അസീം മുനീറിന്റെ ചില പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് അസീം മുനീർ കശ്മീരിനെ സംബന്ധിച്ചൊക്കെ വികാരപരമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അത് വലിയ കോളിളക്കം ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ അസീം മുനീറിനെ കാണുന്നില്ല എന്ന വിവരം വന്നത്. പല പരിപാടികളിലും അസീം മുനീർ പങ്കെടുക്കുന്നില്ല, രാജ്യം വിട്ടിട്ടുണ്ട് കുടുംബത്തോടൊപ്പം എന്നുള്ളതായിരുന്നു പിന്നീട് വന്ന വാർത്ത. ഇന്ത്യ സ്വാഭാവികമായും അവിടുത്തെ കരസേനാ മേധാവിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളും സംശയങ്ങളും ഒക്കെ പാകിസ്ഥാനും ഉണ്ട്. ആ വിധത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സംശയങ്ങൾക്കിടെ ആ പ്രചരണങ്ങൾ മുഴുവൻ തള്ളി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം സൈനിക മേധാവി ഇരിക്കുന്ന ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിയിലെ ഒരു പരിപാടികൾ കേഡറ്റുകൾക്കൊപ്പം ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ചിത്രമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അസീം മുനീർ രാജ്യത്ത് തന്നെയുണ്ട് എന്നുള്ളതാണ് നിലവിൽ പാകിസ്ഥാൻ അറിയിക്കുന്നത്. നേരത്തെ ഈ അസീം മുനീറിന്റെ പ്രസ്താവനകൾ വിവാദമാവുകയും പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ഇന്ത്യയിൽ നിന്ന് അസീം മുനീറിന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന സംശയം പാകിസ്ഥാനുള്ളിൽ തന്നെ ഒരു ഭയമായി നിലനിന്നിരുന്നു. അത് കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചിത്രം കൂടി പുറത്തേക്ക് പാകിസ്ഥാൻ വിടുന്നത്. അരുൺ, ഓക്കെ, ആ ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അസീം മുനീർ പാകിസ്ഥാൻ വിട്ടുപോയിട്ടില്ല, പാകിസ്ഥാനിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നു. അതേസമയം ഈ സംഭവം ഉണ്ടായ 2 ദിവസത്തിനുള്ളിൽ തന്നെ അസീം മുനീർ തന്റെ കുടുംബത്തെ വിദേശത്തേക്ക് അയച്ചു. മറ്റു പല മന്ത്രിമാരും വിദേശത്തേക്ക് അയച്ചുവെന്നും മന്ത്രിമാരുടെ കുടുംബാംഗങ്ങളിൽ പലരും സുരക്ഷ കൂടുതൽ തേടിയെന്നുമൊക്കെയുള്ള വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്.